ആൻഡ് നൗ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിലോട്ട് വരുമ്പോൾ നമുക്ക് എന്താ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? ഫിഫ്ത്ത് ടേം 7 എന്നും 7th ടേം 5 എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, ഫിഫ്ത്ത് ടേം 7 എന്നും 7th ടേം എന്താന്ന് തന്നിട്ടുണ്ട്? 5 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കിയേ, ഫിഫ്ത്ത് ടേമിനോട് കൂടെ എന്ത് കൂട്ടുമ്പോഴാണ് 7 കിട്ടുന്നത്? 2D അല്ലേ? സോ ഞാൻ എഴുതുവാണ് x5 പ്ലസ് 2D ഇസ് ഈക്വൽ ടു x7. x5 എന്ന് പറയുന്നത് എത്രയാണ്? തെറ്റിപ്പോവരുത്, ശ്രദ്ധിച്ചു വേണം എടുക്കാൻ വേണ്ടി. x5 എന്ന് പറയുന്നത് 7ഉം x7 എന്ന് പറയുന്നത് 5ഉം ആണ്. സോ x5 എന്ന് പറയുന്നത് 7 പ്ലസ് 2D ഇസ് ഈക്വൽ ടു x7 എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. ഇത് നമ്പേഴ്സ് ഒരേപോലെ ആയതുകൊണ്ടേ നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഡി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2D അവിടെ നിർത്തി, 7 അപ്പുറത്തോട്ട് കൊണ്ടുപോയി. സോ 5 പ്ലസ് 7 എടുത്ത് അങ്ങോട്ട് വരുമ്പോൾ എന്താവും? -7 ആവും. സോ 2D മൈനസ് 5. ഓക്കെ, 5 മൈനസ് 7 എന്ന് പറയുന്നത് എത്ര കിട്ടും? ഇവിടെ നോക്കിയേക്ക്, ഒന്ന് പ്ലസും മറ്റൊന്ന് മൈനസാണ്. വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടണം. സോ 7ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. സൈൻ എന്ന് പറയുന്നത് ആരുടെ സൈനാണ്? 7ൻ്റെ സൈനാണ്. 7ൻ്റെ സൈൻ ഏതാ? മൈനസ് ആണ്. സോ 2D ഈസ് ഈക്വൽ ടു -2. സോ ഡി ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കുക? -2. ഈ 2 ഇൻറ്റു 2 ഉള്ളത് പുറത്ത് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ആവും. -2/2. സോ ഡി ഈസ് ഈക്വൽ ടു -2/2. ഈ -2/2 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? -1 ആണ്. അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 എന്ന ആൻസർ കിട്ടും. സൈൻ വന്ന് ഒരു പോസിറ്റീവും നെഗറ്റീവും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ എന്ത് കിട്ടും? നെഗറ്റീവ് കിട്ടും. ആ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പോൾ ഡി എന്ന് പറയുന്നത് എത്ര കിട്ടി? മൈനസ് കിട്ടി, -1 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇവിടെ നോക്കി, അഞ്ചാമത്തെ ടേം തന്നിട്ടുണ്ട്. ഒന്നാമത്തെ അറിയില്ല, രണ്ടാമത്തെ അറിയില്ല, മൂന്നാമത്തെ അറിയില്ല, നാലാമത്തെ അറിയില്ല. അഞ്ചാമത്തെ എത്രയും തന്നിട്ടുണ്ട്? 7 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഇതാ, ഇതിൽ നിന്ന് 7ൽ നിന്ന് ഡി കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? അടുത്ത ടേം കിട്ടും. അതിൽ നിന്ന് ഡി കുറയ്ക്കുമ്പോൾ അടുത്ത ടേം കിട്ടും. അതിൽ നിന്ന് ഡി കുറയ്ക്കുമ്പോൾ അടുത്ത ടേം കിട്ടും. അതിൽ നിന്നും ഡി കുറയ്ക്കുമ്പോൾ അടുത്ത ടേം കിട്ടും. ഓക്കെ, സോ x4 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? x5ൽ നിന്ന് ഡി കുറച്ചാൽ മതി. സോ ഞാൻ എഴുതുകയാണ് x4 ഈസ് ഈക്വൽ ടു x5 മൈനസ് ഡി ഈസ് ഈക്വൽ ടു x4. ഓക്കെ, x5 എന്ന് പറയുന്നത് എത്ര? 7 ആണ്. 7 മൈനസ് ഡി, അവിടെ തെറ്റിക്കരുത്, ശ്രദ്ധിക്കണം. നമ്മുടെ ഡി എന്ന് പറയുന്നത് ഓൾറെഡി -1 ആണ്. ഇവിടെ അല്ലാണ്ട് എന്തുണ്ട്? ഒരു മൈനസ് ഉണ്ട്. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയേ, x5 മൈനസ് ഡി ആണ് എന്തെന്ന് പറയുന്നത്? x4 അല്ലേ? സോ x5 എന്ന് പറയുന്നത് എത്ര? 7 ആണ്. മൈനസ് ഡി എന്ന് പറയുന്നത് എന്താ? -1 ആണ്. ഈസ് ഈക്വൽ ടു x4 കിട്ടുന്നത് അല്ലേ? സോ മൈനസ് മൈനസ് അടുത്തടുത്ത് മൈനസ് രണ്ടെണ്ണം കിടന്നു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? നമ്മുടെ പ്ലസ് ആയിട്ട് മാറും. സോ ഇവിടെ എഴുതുമ്പോൾ x7 +1 ഈസ് ഈക്വൽ ടു x4. സോ പല പിള്ളേർക്കും ഡൗട്ട് ഉള്ളതാണ് ഇവിടെ എന്തുകൊണ്ട് പ്ലസ് ആയി എന്നുള്ളത്. രണ്ട് മൈനസുകൾ അടുത്തടുത്ത് എടുക്കുകയാണെങ്കിൽ അതെന്തായിട്ട് മാറും? ഒരു പ്ലസിന് തുല്യമായിട്ട് മാറും. ഓക്കെ, ഈ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്ന സൈൻ നമ്മൾ 8ലും 9ലും പഠിച്ചിട്ടുള്ളതാണ്. ആ ചാപ്റ്റേഴ്സ് അറിയാത്തവരുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വേണം വരാൻ വേണ്ടി. ഇവിടെ നമ്മൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇനി 8ൻ്റെ 9ൻ്റെ ക്ലാസ് വരുമ്പോൾ അതിനൊന്ന് ശ്രദ്ധിച്ചോളാം കേട്ടോ. ഓക്കെ, സോ 7 + 1 ഈസ് ഈക്വൽ ടു 8 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? x4 എന്ന് കിട്ടും. സോ അടുത്ത ടേം, അതായത് അഞ്ചാമത്തെ ടേം 7 ആണെങ്കിൽ നാലാമത്തെ ടേം എന്തായി? 8 ആയി. ഓക്കെ ആണല്ലോ? സോ ഇവിടെ കൂടി കോമൺ ഡിഫറൻസ് ബാക്കിലോട്ട് വരുന്നതോറും എന്ത് ചെയ്യണേ? നമ്മൾ കുറയ്ക്കുക ചെയ്തത്, പക്ഷേ അവിടെ മൈനസ് എന്തായിട്ട് മാറി? പ്ലസ് ആയിട്ട് മാറി. സോ അതേപോലെ ഞാൻ എന്ത് കണ്ടുപിടിക്കണം? x3 കണ്ടുപിടിക്കണം. x3 കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? x4 മൈനസ് ഡി ആണ് എന്തെന്ന് പറയുന്നത്? x3. x4 എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. മൈനസ് ഡി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? x3 കിട്ടും അല്ലേ? ഡി എന്ന് പറയുന്നത് എത്രയാണ്? -1 ആണ്. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ മൈനസ് വരും. 8 മൈനസ്, ഇപ്പോൾ എഴുതിയ മൈനസ് ആരുടെ? 8ൻ്റെ ഫ്രണ്ട് ബാക്കിലേക്ക് എടുക്കുന്ന മൈനസ് ആണ്. ഇനി ഡി എന്ന് പറയുന്നത് എന്താ? -1. സോ രണ്ട് മൈനസും കൂടെ കൂടുമ്പോൾ എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. ഈസ് ഈക്വൽ ടു x3. സോ 8 + 1 ഈസ് ഈക്വൽ ടു x3 എന്ന് കിട്ടും. ഓക്കെ, 8 + 1 ഈസ് ഈക്വൽ ടു 9 ഈസ് ഈക്വൽ ടു x3 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? x3 എന്ന് പറയുന്നത് 9 എന്ന് കിട്ടി. ഇനി ഇതുപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? x2 കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? x3യിൽ നിന്നും ഡി കുറയ്ക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? x2 കിട്ടും. x3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മൾ 9 കണ്ടുപിടിച്ചിട്ട് മൈനസ് ഡി ഈസ് ഈക്വൽ ടു x2. സോ 9 മൈനസ് ഓഫ് -1 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? x2 കിട്ടും. 9 മൈനസ് ഓഫ് മൈനസ് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. 9 + 1 ഈസ് ഈക്വൽ ടു x2. സോ x2 എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടും? 10 എന്ന് കിട്ടും. ഓക്കെ, ഇതേപോലെ x1 എങ്ങനെ കണ്ടുപിടിക്കുക? x2 മൈനസ് ഡി ഈസ് ഈക്വൽ ടു x1. x2 എന്ന് പറയുന്നത് 10 ആണ്. മൈനസ് ഡി എന്ന് പറഞ്ഞത് -1 ആണ്. ഈസ് ഈക്വൽ ടു x1. സോ 10 മൈനസ് ഓഫ് മൈനസ് എന്തായിട്ട് മാറും? 10
പ്ലസ് 1 ആയിട്ട് മാറും, x1 ആയിട്ട് കിട്ടും. സോ x1 ഈസ് ഈക്വൽ ടു 10 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 11 എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. സോ ഇവിടെ മൈനസ് ഓഫ് മൈനസ് ഉണ്ട്, ആ സാധനം എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. സോ താഴെ സീക്വൻസ് എഴുതാണ്. സീക്വൻസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം എത്ര 11, സെക്കൻഡ് ടേം എത്ര 10, തേർഡ് ടേം 9, ഫോർത്ത് ടേം 8, ഫിഫ്ത്ത് ടേം 7. കണ്ടോ, ഇവിടെ -1 ആയതുകൊണ്ട് ഫ്രണ്ടിലോട്ട് നമ്പേഴ്സ് പോകും തോറും എന്താണ്, കുറയാണ്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യാം. ഇനി ഒരു കാര്യം കൂടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഞ്ചാമത്തെ ടേം 7ഉം ഏഴാമത്തെ ടേം 5ഉം ആണെന്നുണ്ട് വെച്ചെങ്കിൽ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും, -1 ആയിരിക്കും. ഇനി എട്ടാമത്തെ ടേം 10ഉം പത്താമത്തെ ടേം 8ഉം, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യുന്ന പോലത്തെയാണ് എന്ന് വെച്ചെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും, -1 ആയിരിക്കും. ഈ സാധനം ജസ്റ്റ് എന്ത് ചെയ്ത് വെക്കുക, ഓർത്ത് വയ്ക്കുക. അതായത് ഈ ഇങ്ങനത്തെ ടേം വരുമ്പോൾ അയ്യോ ഇത് -1 ആണല്ലോ കിട്ടിയത്, തെറ്റാണോ എന്നുള്ളൊരു ചിന്ത വരരുത്. ഓക്കെ ആണല്ലോ. സോ ക്ലാസ് മനസ്സിലായി വിചാരിക്കുന്നു. ഏതെങ്കിലും ഭാഗം മനസ്സിലാവാത്തുണ്ടെന്ന് വെച്ചെങ്കിൽ പിന്നീട് നോക്കിയിട്ട് കണ്ട് മനസ്സിലാക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, എല്ലാം ഒരേ സ്റ്റെപ്പാണ്, പക്ഷെ ചെയ്യുന്ന ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ നെഗറ്റീവ് നമ്പേഴ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. എന്തായാലും ക്ലാസ് കണ്ടു നോക്കിയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.